മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു മേഘനാഥനും കൂടി ജ്വല്ലറി പോയി സ്വർണ്ണമൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ണൻ കല്യാണത്തിന് പങ്കെടുക്കത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരം സ്വർണ്ണമായിട്ടെങ്കിലും മുതലാക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ മേഘനാഥൻ പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ കൂടെ 101 പവൻ സ്വർണ്ണമെങ്കിലും മിനിമം എടുക്കണം. അങ്ങനെ ഇഷ്ടമുള്ള അത്രയും ആഭരണങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ മാനേജറിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇത്രയും സ്വർണ്ണം എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം മാനേജർ പറയുന്നുണ്ട് ക്യാഷ് വെച്ചിട്ട് പോകണമെന്ന്. ക്യാഷ് വെക്കാനോ? അപ്പം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഞാൻ ആരാന്ന് തനിക്കറിയാമോ? അറിയാം, കണ്ണൻ സാറ് തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ വന്നിട്ടുള്ള കാര്യം ഞാൻ കണ്ണൻ സാറിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞു മേഡത്തിനോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതിയെന്ന്. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് മേഡമോ? ഏത് മേഡം? മഹാലക്ഷ്മി മേഡം തന്നെ. മേഡത്തിനാണ് ജ്വല്ലറിയുടെയും മറ്റ് ഓഫീസുകളുടെയൊക്കെ ഇൻചാർജ്. മേഡത്തിനോട് ആലോചിക്കാതെ എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സമയത്ത് മഞ്ജു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ കണ്ണനെ വിളിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ മാനേജറിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് കണ്ണനോട് മഞ്ജു കാര്യങ്ങളെല്ലാം പറയുമ്പം മഞ്ജുവിനോട് കണ്ണൻ പറയുന്നുണ്ട് മാനേജർ പറഞ്ഞത് ശരിയാണ്, ഇപ്പം മഹിയാണ് ഓഫീസിലെ എല്ലാം ഇൻചാർജ്. ഞാനില്ലാത്ത അഭാവത്തിൽ മഹിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം മഹിയോട് പറഞ്ഞാൽ മതി നിനക്ക് ഏതൊക്കെ സ്വർണം വേണം അതിൻ്റെയൊക്കെ ക്യാഷ് വെച്ച് സെറ്റിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിനക്ക് ആ സ്വർണം കൊണ്ടുപോകാം. മുന്നേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേഘനെ കല്യാണം കഴിച്ചാൽ ഒരുവിധ സാമ്പത്തിക സഹായങ്ങളും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന്. എന്നിട്ട് നീ അത് കേട്ടില്ല. അവനുമായിട്ടുള്ള കല്യാണത്തിന് തന്നെ നീ മുന്നോട്ട് പോകുമ്പോൾ എന്നിൽ നിന്നൊരു സഹായവും നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ജു ആകെ ഷോക്കായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഉണ്ണിക്കും വാമദേവനും ഒക്കെ നല്ലൊരു പണി കണ്ണൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തായിരുന്നു. ഇപ്പം മേഘനാഥനും മഞ്ജുവിനും കൂടെ കിട്ടിയപ്പം മേഘനാഥൻ എന്തിനിങ്ങനൊരു കല്യാണം കഴിക്കുന്നതെന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. അതേസമയം ഉണ്ണിയും വാമദേവനും വർക്ക് സൈറ്റിൽ നിന്ന് മൊബൈലിലൂടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പം അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല. ഉണ്ണി ചെന്ന് വാമദേവനോട് പറയുന്നുണ്ട് ഇതുപോലെ എനിക്ക് അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല, എല്ലാ മാസം 1-ാം തീയതി ക്യാഷ് വരുന്നതാ, ഇപ്രാവശ്യം വന്നിട്ടില്ലെന്ന് പറയുമ്പം വാമദേവനും പറയുന്നുണ്ട് എനിക്കും വന്നിട്ടില്ല. എന്തായാലും അവർക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശമ്പളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വേണ്ടാന്ന് വെക്കാൻ അവർക്ക് രണ്ടുപേർക്കും മനസ്സില്ല. പ്രത്യേകിച്ച് നമ്മുടെ വാമദേവന് മേഘനാഥന് ജോലി ഇല്ലാതായതിനു ശേഷം ഈ ഒരു വരുമാനത്തിൻ്റെ പേരിലാണ് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് വാമദേവന് കണ്ണനോട് സാലറി ചോദിക്കാൻ അഭിമാനം നോക്കി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ വാമദേവൻ വിളിക്കുന്നുണ്ട്. ഉണ്ണി പറഞ്ഞിട്ട് ഉണ്ണിക്ക് നേരിട്ട് വിളിക്കാൻ ചമ്മലായതുകൊണ്ട് വാമദേവനെയും കൊണ്ട് കണ്ണനെ വിളിപ്പിക്കുന്നുണ്ട്. കണ്ണൻ അന്നേരം പറയുന്നുണ്ട് ഞാനില്ലാത്ത അഭാവത്തിൽ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് ആരാ അത്? മറ്റാരാ? എൻ്റെ ഭാര്യ മഹാലക്ഷ്മിയാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ലെങ്കിൽ നേരിട്ട് മഹിയോടെ പോയി ചോദിക്കുക, മഹി ക്യാഷ് തന്നേക്കുമെന്ന് പറയുമ്പം വാമദേവന് ഉണ്ണി ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ണൻ ഫോണിൽ കൂടെ വാമദേവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് അനന്തുവിന് ഭയങ്കര സന്തോഷമാകുന്നത് കാണിക്കുന്നുണ്ട്. മേഘനാഥന് ഏർപ്പാടാക്കിയ ഗുണ്ട കണ്ണനും മഹാലക്ഷ്മിയും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ റൂമിൻ്റെ വാതിൽക്കൽ വന്ന് കണ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്താണ് മാർക്കോ അങ്ങോട്ടേക്ക് പോകുന്നത്. മാർക്കോ ശക്തിയെ കണ്ട് ശക്തിയെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത് മാർക്കോ കണ്ണനെ രക്ഷിക്കുന്നുണ്ട്. മാർക്കോയുടെ ജന്മരഹസ്യം എന്താണെന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. എന്തായാലും തോമസ് വൈദ്യരുടെ ഉറ്റ സുഹൃത്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. ജന്മരഹസ്യം ഒരു ട്രാജഡി പോലെയാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ മാർക്കോയാണ് കണ്ണൻ്റെ ജീവൻ രക്ഷിച്ചതെന്നുള്ള സത്യം നമ്മുടെ അനന്തു അറിയുമ്പോൾ അനന്തു മാർക്കോയെ അഭിനന്ദിക്കുന്നുണ്ട്. കൂടാതെ കണ്ണനും മഹാലക്ഷ്മിയുള്ള റൂമിലേക്ക് കൊണ്ടുവന്ന് അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാർക്കോയെ കണ്ട് മഹാലക്ഷ്മി ആകെ ഷോക്കാവുന്നുണ്ട്. കാരണം തൻ്റെ ജീവൻ രക്ഷിച്ച ആൾ തന്നെയാണ് തൻ്റെ കണ്ണേട്ടൻ്റെയും ജീവൻ രക്ഷിച്ചത്. അന്നേരം മഹാലക്ഷ്മി കണ്ണനോടും അനന്തുവിനോടും പറയുന്നുണ്ട് നിങ്ങൾ തേടി നടന്ന ചെറുപ്പക്കാരൻ ഇയാളാണ്, അന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ മനുഷ്യനാണെന്ന് പറയുമ്പം കണ്ണൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നു. കൂടാതെ മാർക്കോ പറയുന്നുണ്ട് ആർക്ക് ആപത്ത് സംഭവിച്ചാലും അവരെ ഞാൻ രക്ഷിച്ചിരിക്കും. നമ്മുടെ തോമസ് വൈദ്യരും കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് നല്ലൊരു ചെറുപ്പക്കാരനാണ് മാർക്കോ, അവൻ്റെ ജന്മരഹസ്യം എന്താണെന്നും അറിയത്തില്ല, അതൊരു ദുരൂഹതയായിട്ട് തുടരുന്നുണ്ട്. പക്ഷേ നല്ല ചെറുപ്പക്കാരനാണ്, അവൻ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുമായിട്ട് ചില കടുത്ത തീരുമാനം എടുക്കുന്നുണ്ട്. അതേസമയം അനന്തു കണ്ണനോട് പറയുന്നുണ്ട് നീ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങളെല്ലാം കൂടെ നിൽക്കും. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് മാർക്കോയെ നമ്മുടെ കൂടെ നിർത്താം, അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്, നമ്മുടെ ഉണ്ണിക്കായും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് അവനെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് പണ്ടിതുപോലെ സാഗറിനെ വിളിച്ചു കയറ്റിയത് കണ്ണേട്ടന് ഓർമ്മയില്ലേ? ഞാൻ എൻ്റെ സ്വന്തം അനുജനെ പോലെയാണ് അവനെ കണ്ടത്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഇല്ലടോ, വീട്ടുകാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും രണ്ടായിട്ട് നിർത്തണമെന്നുള്ള കാര്യം സാഗറിൻ്റെ വരവോടെ ഞാൻ പഠിച്ചിട്ടുണ്ട്.
മാർക്കോയെ നമ്മുടെ ഓഫീസിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. ഉണ്ണിക്കുള്ള അതേ പൊസിഷൻ തന്നെ മാർക്കോയ്ക്കും കൊടുക്കാം എന്നത് കേട്ട് നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കൂടാതെ മാർക്കോയെ വിളിച്ചു വരുത്തി അവർ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി നോക്കേണ്ടത് മാർക്കോയാണ്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, അത് വേണ്ട സാർ, അങ്ങനെ ഒരിടത്ത് അടങ്ങിയിരുന്ന് ജോലി ചെയ്ത് ശീലമില്ല. അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം മഹാലക്ഷ്മിക്ക് സങ്കടമാകുന്നുണ്ട്. ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ താനിത് ഏറ്റെടുക്കണം. ശേഷം ജോലി കഴിഞ്ഞിട്ടുള്ള സമയം തനിക്ക് മറ്റുള്ളവരെ സഹായിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ മാർക്കോ എന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് മാർക്കോ അങ്ങ് പോകുന്നു. അന്നേരം കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മാർക്കോ എന്തായാലും നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് പറയുന്നു. അതേസമയം ഉണ്ണി സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ട്. കണ്ണൻ തനിക്ക് പകരം മറ്റൊരു ചെറുപ്പക്കാരനെ ഓഫീസിലേക്ക് എടുത്തിട്ടുണ്ട്. ഇയാൾ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. സാഗറിനെ പോലെ തന്നെയായിരിക്കും ഈ വന്നവനു എന്ന് ഉണ്ണി പറയുന്നു. അത് കേട്ട് കരുണ പറയുന്നുണ്ട്, ഇനിയും ഉണ്ണിയേട്ടൻ നാണം കെട്ട് ഓഫീസിലേക്ക് പോകണോ? അയാൾ നമുക്ക് പകരം മറ്റൊരാളെ എടുത്ത സ്ഥിതിക്ക് ഇനി പോകണമെന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട മുതലാണ് അതെല്ലാം. അതിലെനിക്കും കൂടെ അവകാശമുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നതും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.